സിറ്റുവേഷനിൽ പിള്ളച്ചേട്ടന്റെ അവസരോചിതമായ ഇടപെടലാണ് നമ്മളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ശാലിനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചടങ്ങിന് എന്റെ ഒപ്പം നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ നിൽക്കേണ്ടി വന്നിരുന്നെങ്കിൽ ശാലിനിയെ സങ്കടപ്പെടുത്തി തോർത്ത് എന്റെ 1-2 ദിവസം അങ്ങ് പോയേനെ. ആ തിരക്കിൽ പിള്ളച്ചേട്ടൻ എന്താ സംഭവിച്ചെന്ന് പോലും ചോദിച്ചില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. ആ വിളിക്കണ്ട, പിള്ളച്ചേട്ടനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ പിള്ളച്ചേട്ടൻ അഭിനയിച്ചതാ. ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി എന്റെ മനസ്സിൽ അപ്പ തോന്നിയൊരു ബുദ്ധിയായിരുന്നു. എന്താ പിള്ളച്ചേട്ടാ? അത് ഫോട്ടോ എടുക്കാനാ. വിഷ്ണു, നിങ്ങളുടെ കല്യാണവാർഷികം ഇല്ലയോ? അതിനെ ഒന്നിച്ചെന്നുള്ള 1-2 ഫോട്ടോ വേണം. പിള്ളച്ചേട്ടാ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കിനി ഒറ്റ വഴിയുള്ളൂ. എന്താ ശിവ? ഇത് ശരിയാവോ? അത് പിള്ളച്ചേട്ടനെ മിടുക്കുപോലിരിക്കും. നോക്കാം. എനിക്കറിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും നടന്ന ശാലിനി ആ സെക്കൻഡില് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. അതങ്ങനെ തന്നെ ആവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ താങ്ക് യു. ആ ഒരു കടമ്പ കടത്തി തന്നേന്. ആ നന്ദി പിള്ളച്ചേട്ടനുള്ളത്. ഒരാംഗ്യ ചലനത്തിലൂടെ എന്റെ തന്ത്രം മനസ്സിലാക്കി കൃത്യമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചതിന്. എന്താ അമ്മ കാര്യം? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പറയമ്മ, എന്താ കാര്യം? നിങ്ങള് ഇന്നത്തെ ഹോംവർക്കൊക്കെ ചെയ്തില്ലേ? ഓ അമ്മേ. സ്കൂൾ എത്താറായി. ബാഗൊക്കെ എടുത്ത്. കയ്യിലുണ്ടമ്മേ. മോളെ, ഈ ചായ കുടിക്കേ. എനിക്ക് വേണ്ട. വെറുതെ വാശി കാണിക്കല്ലേ. മറ്റുള്ളവർക്കെല്ലാം വാശി കാണിക്കാം, എനിക്ക് വാശി കാണിക്കാൻ പാടില്ല അല്ലേ? മറ്റുള്ളവരെന്ന് നീ ഉദ്ദേശിച്ചത് ആരെയാ? നിന്റെ അച്ഛനെ തന്നെയല്ലേ? അച്ഛന്റെ കാര്യം നിനക്ക് അറിയാലോ ചന്ദ്രേ. എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? എന്റെ ഫോണൊന്നും നോക്കാൻ എനിക്ക് അവകാശമില്ല. എന്റെ കൂട്ടുകാരും കാണാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. മതിൽക്കെട്ടിനകത്തു നിന്നൊന്ന് പുറത്തേക്ക് പോണെങ്കിൽ വാതുക്കല് നിൽക്കുന്ന ആ സെക്യൂരിറ്റിക്കാരന്റെ സമ്മതം കൂടി വേണം. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ അമ്മ ഞാനിവിടെ ജീവിക്കുന്നേ? അമ്മ ഒരു കാര്യം പറഞ്ഞാ എന്റെ മോളത് കേക്കോ? പ്രകാശിനെ മറക്കണമെന്ന് മാത്രം പറയാതെ മറ്റെന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് എന്നോട് പറയാം. എനിക്ക് പറയാനുള്ളത് നിന്റെ അച്ഛനെ കുറിച്ചാ. നീ ആഗ്രഹിക്കുന്ന പോലൊരു കല്യാണം നടത്താൻ നിന്റെ അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ നടത്താൻ നോക്കിയാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. ഞാനിപ്പോ എന്ത് വേണമെന്ന് അമ്മ ഈ പറയുന്നേ? അച്ഛൻ കണ്ടെത്തിയ അച്ഛൻ ഇഷ്ടപ്പെട്ട വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കണം. അതായിരിക്കും നിന്റെ ഭാവിക്കും ആ ഡോക്ടർ പയ്യന്റെ ഭാവിക്കും നല്ലത്. മോളെ, മോൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. നിന്റെ അച്ഛനെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം മോളുടെ ഇഷ്ടം. ആരാ? ആരെ കാണാനാ? മഹേന്ദ്ര സാറിന്റെ മോളെ കാണാനാ. എന്നാ പൊക്കോ. ഇതാ ചായ കുടിക്കേ. ഞാൻ ചായ ഇവിടെ വയ്ക്കാം. ആരാ വന്നു? ഇതാ ആരാ നോക്കട്ടെ. ചായ ഇവിടെ വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കുടിക്കേ. കൂടെ പഠിച്ചവരൊന്നും ഇവളെ തിരക്കി ഇവിടേക്ക് വരുന്നില്ലെന്നുള്ള പരാതിയും കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷമായല്ലോ. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഇവൾക്ക് വരാലോ. ഒരിടത്തേക്ക് ഇവള് വരില്ല. പഠിത്തം വീട്, പഠിത്തം വീട്. ഞങ്ങളുടെ കൂട്ടത്തിലെ പഠിപ്പിച്ചായിരുന്നു ഇവള്.
പക്ഷേ അതൊന്ന് റിസൾട്ട് വരുമ്പോ കാണുന്നില്ലെന്ന് മാത്രം. ആ, നിങ്ങൾ ചായ കുടിക്കും. അല്ല, ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ അടുത്ത മാസം 18-ന് ശ്രുതിയുടെ എൻഗേജ്മെന്റ്. ആ വരം ദുബായിലാ. ഈ മാസം അവസാനം ആള് ലീവിന് വരും. അപ്പൊ എല്ലാരും കൂടി ചടങ്ങിൽ പങ്കെടുക്കണം. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ കൂടി വന്നത്. അത് സന്തോഷം തരുന്ന കാര്യല്ലേ. ഞങ്ങൾ എല്ലാവരും വരും. തലേ ദിവസം തന്നെ വരും. 2 ദിവസം മുൻപ് ഇവളെ അങ്ങോട്ട് വിട്ടേക്കണേ. ഞങ്ങളുടെ കോളേജ് ബാച്ചിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസും പാട്ടും അങ്ങനെ എല്ലാം. ആ, അതിനൊന്നും ഇവള് നിക്കില്ല എന്റെ മോളെ. എനിക്ക് ഈ പാട്ടും ഡാൻസും എന്നൊക്കെ പറഞ്ഞാൽ വലിയ താല്പര്യമായിരുന്നു. ചെറുപ്പത്തിൽ ഇവളെ എവിടെയെല്ലാം കൊണ്ടുപോയി ആക്കിയതാണെന്ന് അറിയാമോ? അങ്ങനെയുള്ള ഒരു താല്പര്യവും ചെറുപ്പത്തിലും കാണിച്ചിട്ടില്ല. ദേ ഇപ്പോഴും കാണിക്കുന്നില്ല. അല്ല, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. എന്റെ അച്ഛ, കുറെ നാളുകൾക്ക് ശേഷം ഇവളെ ഞാനൊന്ന് കാണുന്നേ. എന്തായാലും വന്നതല്ലേ, ആൽബത്തിൽ സൂക്ഷിക്കാൻ 1-2 നല്ല ഫോട്ടോസ് ഞങ്ങൾ എടുത്തോട്ടെ. അതുവരെ പോകുന്ന കാര്യം അച്ഛൻ മിണ്ടല്ലേ. ഓ, ഉത്തരവ്. ഞങ്ങളിതാ മുറ്റത്തേക്ക് ഇറങ്ങി നല്ല കിടക്കാച്ചി ഫോട്ടോസ് എടുക്കും.